സർക്കാരിന്റെ ലോക ലഹരി കച്ചവടത്തിന്റെ കണക്കനുസരിച്ച് 30 കോടി ജനങ്ങൾ ലോകത്ത് ലഹരി ഉപയോഗിക്കുന്നവരാണ്. അതിൽ 16 കോടി ജനങ്ങൾ ഇന്ത്യയിലാണത്രേ. ആകെ 30 കോടിയുള്ളതിൽ 16 കോടിയും ഇന്ത്യയിലാണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ 12-ൽ ഒരാൾ ലഹരിക്കടിമയാണ് എന്നത് സ്വച്ഛ ഭാരതത്തിന്റെയല്ല, അസ്വസ്ഥ ഭാരതത്തിന്റെയും ലക്ഷണമാണ്. ഉപരോധം, ഉത്തമ ചികിത്സ, നീതി നിർവഹണ സമ്പ്രദായങ്ങൾ എന്നീ ജാഗ്രതാ പ്രവൃത്തികൾ അനുശീലിച്ചുകൊണ്ടാണ് 2025-ലെ ലഹരി വിരുദ്ധ ദിനം ലോകം ആചരിക്കുന്നത്. ഒരു ബോധ്യമുണ്ടാവണം എന്നാണ് ഇവിടെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ നമുക്കിപ്പോൾ കേട്ടിട്ടില്ല. ക്രിസ്തു ചൊല്ലി തരുന്നത് കൈകൾ നീട്ടിപ്പിടിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഒരിക്കലും മദ്യം, ലഹരി വസ്തുക്കൾ, പുകയില എന്നിവയ്ക്ക് അടിമയാകില്ല. ഇവയുടെ ഉൽപാദനവും വിതരണവും ഉപയോഗവും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവയുടെ ഉപയോഗം എനിക്കും കുടുംബത്തിനും നാടിനും മാനവരാശിക്കും അപകടകരമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനാൽ ഞാൻ ഇവ ഉപേക്ഷിക്കുന്നു. ഇവയ്ക്കെതിരെ പ്രതിഷേധിച്ച് പ്രവർത്തിക്കുമെന്നും ലഹരിക്ക് അടിമകളായവരെ അതിൽ നിന്നും പിന്തിരിക്കാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മയക്കുമരുന്നിൽ കൊതിയില്ല കൂട്ടുകാരെ, കൂട്ടുകാരെ, മയക്കുമരുന്നിൽ കൊതിയില്ല, മയക്കുമരുന്നിൽ കൊതിയില്ലെന്ന കൊതി തോന്നിക്കും ചതിയാണ്. മയക്കുമരുന്നിൽ കൊതിയില്ലെന്ന കൊതി തോന്നിക്കും ചതിയാണ്. ആ ആ Day against drug abuse, the illicit trafficking, a day that reminds us to the dangers of drug use, the importance of making healthy choices in life. Drug may seem tempting, especially to young people like us. But let me tell you, drugs destroy lives. What may begin as fun or curiosity can quickly turn into addiction, leading to loss of health, studies, relationships, and even life. We all have dreams. നമ്മുടെ സ്നേഹിതരെയും ഉറ്റവരെയും Say no to drugs. Stay away from drugs. പല വഴി പാഞ്ഞിടുമ്പോൾ കാലം കലപില പോകുമ്പോൾ ചില വഴിയിൽ ചെന്നെത്തി